ശക്തമായ തിരിച്ചടികളിലേക്ക് ഇറാൻ കടക്കുന്നു എന്നതിന്റെ സൂചനകൾ തന്നെ വരുന്നു. ഇപ്പോൾ ദുബായിൽ നിന്നും ടി ജമാലുദ്ദീൻ കൂടി ചേരുകയാണ്. ജമാൽ, ഈ നിലയിൽ ആക്രമണങ്ങൾ തുടങ്ങിയ ശേഷം സസൂക്ഷ്മം സാഹചര്യങ്ങൾ വിലയിരുത്തുന്നുണ്ട്, നിരീക്ഷിക്കുന്നുണ്ട് ഗൾഫ് രാജ്യങ്ങൾ. ഇപ്പോൾ ഹോർമുസ് കടലിടുക്ക് അടയ്ക്കാനുള്ള തീരുമാനത്തിലേക്ക് എത്തുമ്പോൾ വാസ്തവത്തിൽ അത് മിഡിൽ ഈസ്റ്റ് മേഖലയെ ഒന്നാകെ ബാധിക്കുന്ന തീരുമാനം കൂടിയാണ്. ഗൾഫ് രാജ്യങ്ങൾ എങ്ങനെയാണ് ഈ സാഹചര്യത്തെ നോക്കിക്കാണുന്നത്? അസിത, തീർച്ചയായും ഹോർമുസ് കടലിടുക്ക് അടക്കാനുള്ള തീരുമാനം പ്രത്യക്ഷത്തിൽ ഏറ്റവും ഗുരുതരമായി ബാധിക്കുന്നത് ഗൾഫ് രാജ്യങ്ങളെ തന്നെയാണ്. കാരണം ഗൾഫ് രാജ്യങ്ങളിൽ നിന്ന് ഉള്ള എണ്ണ കയറ്റുമതിയുടെ ഏതാണ്ട് 20% പോകുന്നത് ഈ ഹോർമുസ് കടലിടുക്ക് വഴിയാണ്. അതുമാത്രമല്ല, ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഈ ഹോർമുസ് കടലിടുക്ക് അടക്കുക എന്നതിനപ്പുറത്ത് മിഡിൽ ഈസ്റ്റിൽ അല്ലെങ്കിൽ ഗൾഫ് രാജ്യങ്ങളിൽ ഒരു പൊളിറ്റിക്കലായി രാഷ്ട്രീയപരമായ ഒരു അസ്ഥിരതയ്ക്ക് ഇറാൻ ഈ ഇസ്രായേൽ യുദ്ധം വഴിതെളിച്ചിരിക്കുന്നു എന്നതാണ്. പ്രധാനമായും അമേരിക്കയുടെ ചില ബേസ് ക്യാമ്പുകൾ കുവൈത്തിലും ബഹ്റൈനിലും തന്നെയും ഉണ്ട്. നേരത്തെ ഇറാൻ പറഞ്ഞ ഒരു കാര്യം, ഇറാൻ ഇസ്രായേലിനെ സഹായിക്കുന്ന ഏതെങ്കിലും രാജ്യങ്ങളുണ്ടെങ്കിൽ അവരെ കൂടി ആക്രമിക്കും എന്നത് മിഡിൽ ഈസ്റ്റിൽ പൊതുവെ ഒരു പൊളിറ്റിക്കലായ ഒരു അരക്ഷിതാവസ്ഥയ്ക്ക് തുടക്കം ഇട്ടിട്ടുണ്ട്. മിക്ക ഗൾഫ് രാജ്യങ്ങളും തന്നെ ഇപ്പോൾ വലിയ ജാഗ്രതയിലാണുള്ളത്. ബഹ്റൈനിലാണെങ്കിൽ ഓൺലൈൻ പഠനം ആക്കാൻ വേണ്ടി സ്കൂളുകളും അതുപോലെ കിൻഡർ ഗാർഡനുകളും അടച്ച് പഠനം ഓൺലൈൻ വഴിയാക്കാൻ സർക്കാർ നിർദ്ദേശിച്ചിട്ടുണ്ട്. ജീവനക്കാരുടെ വർക്ക് ഫ്രം ഹോം എന്ന രീതി സ്വീകരിക്കാൻ ആവശ്യപ്പെട്ടിട്ടുണ്ട്. പ്രധാന റോഡുകളിലൂടെയുള്ള സഞ്ചാരം ഒഴിവാക്കണമെന്ന് അധികൃതർ അഭ്യർത്ഥിച്ചിട്ടുണ്ട്. ഇത്തരത്തിൽ കടുത്ത ജാഗ്രതയിലാണ് ബഹ്റൈൻ കഴിയുന്നത്. അല്ലെങ്കിൽ അത്തരത്തിലുള്ള ജാഗ്രതാ നിർദ്ദേശങ്ങൾ ബഹ്റൈൻ സർക്കാർ പുറപ്പെടുവിച്ചിരിക്കുന്നു. കുവൈത്ത് ആണെങ്കിൽ ഇപ്പോൾ വ്യക്തമാക്കിയിരിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം, രാജ്യത്ത് റേഡിയേഷൻ അളവിൽ യാതൊരു തരത്തിലുള്ള വർധനവും ഉണ്ടായിട്ടില്ല. അത്തരത്തിലുള്ള പരിശോധനകളൊക്കെ തന്നെയും രാജ്യത്തു നടന്നു. കൂടുതൽ ജാഗ്രത പാലിക്കാൻ കുവൈത്ത് ആവശ്യപ്പെട്ടിരിക്കുന്നു. പ്രത്യക്ഷമായി കുവൈത്തും ബഹ്റൈനും ജാഗ്രത തുടരും അല്ലെങ്കിൽ ജാഗ്രത പാലിക്കാൻ ജനങ്ങളോട് ആവശ്യപ്പെട്ടിട്ടുണ്ട്. മറ്റ് ഗൾഫ് രാജ്യങ്ങളിൽ ആണെങ്കിൽ തന്നെയും തികഞ്ഞ ജാഗ്രതയിലാണ് ഉള്ളത്. മിഡിൽ ഈസ്റ്റിൽ ഒരു അരക്ഷിതാവസ്ഥ ഉണ്ടാക്കുന്നതിൽ ഈ യുദ്ധം ഒരു വഴി തെളിച്ചിരിക്കുന്നു. അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. പൊതുവെ ശാന്തമായി അല്ലെങ്കിൽ സമാധാനമായി കഴിഞ്ഞിരുന്ന ഗൾഫ് രാജ്യങ്ങൾക്കിടയിൽ വലിയ ഒരു അസ്വസ്ഥത ഉണ്ടാക്കാൻ ഈ യുദ്ധത്തിൽ അല്ലെങ്കിൽ ഈ ഉണ്ടാക്കാൻ ഈ അമേരിക്കക്കോ അല്ലെങ്കിൽ ഇസ്രായേലിനോ അല്ലെങ്കിൽ അവരുടെ ഒരു മിഷനാണോ എന്ന് പറയാൻ കഴിയില്ല. ഏതായാലും അത് വിജയിച്ചിരിക്കുന്നു എന്ന് വേണം പറയാൻ. ഈ ഹോർമുസ് കടലിടുക്ക് അടക്കുന്നത് വഴി ഉണ്ടാകുന്ന പ്രശ്നങ്ങൾക്കപ്പുറത്ത്, സാമ്പത്തികാവസ്ഥയിൽ ഉണ്ടാക്കുന്ന പ്രശ്നങ്ങൾക്കപ്പുറത്ത് രാഷ്ട്രീയപരമായി ഒട്ടേറെ വിഷയങ്ങൾ ഇനിയുള്ള ദിവസങ്ങളിലും ഉയർന്നു വരും. മിഡിൽ ഈസ്റ്റിനെ കൂടി അല്ലെങ്കിൽ ഗൾഫ് രാജ്യങ്ങൾ കൂടി ഇതിനെ പങ്കാളികളാക്കാനുള്ള ശ്രമമാണ് ഇസ്രായേലും ഒരർത്ഥത്തിൽ അമേരിക്കയും നടത്തിക്കൊണ്ടിരിക്കുന്നത്. അസിത, ശരി, ടി ജമാലുദ്ദീനാണ് വിവരങ്ങൾ നൽകിയത്. ഗൾഫ് മേഖലയിലും ആശങ്ക പടരുന്നു എന്നുള്ളതാണ് വസ്തുത.